ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ അധികം കേട്ട് പഴകിയ ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്നത്തെ പ്രഭാതം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം, കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തിപരമായ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലുടനീളം കാണാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിലെ 31 മുതലുള്ള വാക്യങ്ങളിലാണ് തടവറയിലെ വലിയ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ അർദ്ധരാത്രിയോട് അടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ ഇറങ്ങിയതും അവർ പുറത്തേക്ക് വരാൻ പോയതും ഒക്കെയാണ് സംഭവം. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന കാവൽക്കാരൻ പറഞ്ഞു, ഇതാ അർദ്ധരാത്രിയോടടുത്തപ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ, പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ച് വിറച്ച് അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണ് അവരെ പുറത്തു കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 4:12 പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല, യേശുക്രിസ്തുവിൻ്റെതല്ലാതെ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല, യേശുക്രിസ്തുവിൻ്റെതല്ലാതെ മറ്റൊരു നാമമില്ല. റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിനോടൊരു ഹൃദയബന്ധമുണ്ടാക്കിയെടുക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ നെറുകയിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച മനുഷ്യൻ എനിക്ക് ആരാണ് എന്നുള്ളത് വ്യക്തിപരമായ എൻ്റെ ഹൃദയം എങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു എന്നത് ഒരു പരമപ്രധാനമായ കാര്യമാണ്. വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരുവനും സ്വതന്ത്രനാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തെക്കുറിച്ച് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം. നമ്മളെല്ലാവരും വിശ്വാസപ്രവണയായിട്ട് ചൊല്ലുന്നവരാണ്. മരിച്ചവരുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടോ? ഒപ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലചരിത്രത്തെ തന്നെ 2ആയി കീറിമുറിച്ചുകൊണ്ട് ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ അവതരിക്കുകയല്ല, ചരിത്രത്തിൽ കന്യകയിൽ നിന്നും ജാതനായ, നിയമത്തിന് അധീനനായി ജനിച്ച, നിയമത്തിന് അധീനരായവരെ വിമോചിപ്പിച്ച യേശുക്രിസ്തു എനിക്ക് ആരാണ്? ഇതൊരു പരമപ്രധാനമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ ഓർക്കുകയാണ്, ഞാനൊക്കെ വളരെ ചെറുപ്പം മുതലേ പള്ളിയിൽ സ്ഥിരമായി പോവുകയും ഏതാണ്ട് ഒരു ഏകസ്ഥനാകാൻ തീരുമാനിച്ച കാലം മുതൽ 76 മുതൽ 74, 76 മുടങ്ങാതെ ദിവ്യബലിക്ക് പങ്കെടുക്കും. പള്ളിയിടത്തിന് താമസിക്കുന്നതും വൈകുന്നേരം കുരിശുവരക്കുന്നതും അച്ഛൻ്റെ കൂടെ നിന്ന് കർത്താവിന് മാലാഖ ചൊല്ലിയിട്ട് വീട്ടിൽ വന്ന് കുരിശുവരക്കുന്ന പാർട്ടിയായിരുന്നു. ഡെയിലി പള്ളിയിൽ പോകും. 10-29 വയസ്സുള്ളപ്പോഴും ഡെയിലി പള്ളിയിൽ പോവുക, 15 ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുക, ബൈബിൾ എല്ലാ ദിവസവും വായിക്കുക, വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക, ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. പള്ളിയിലെ എല്ലാ ഭക്താഭ്യാസ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ഞാൻ. കാരണം ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന ഭക്തസംഘടനയിലുണ്ട്. ആ ഭക്തസംഘടനയിലെ പ്രവർത്തകരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവർത്തകൻ ഞാൻ തന്നെയാണ്. കാരണം ഏതെങ്കിലും ഹോസ്പിറ്റൽ സന്ദർശിക്കുക, രോഗികൾക്ക് കുരിശ് കാണിച്ചുകൊണ്ട് ഞാൻ ചില രോഗിയൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അയാൾ ഭാര്യയെ കൊല്ലും, ഡോക്ടറെ കൊല്ലും എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അയാളോട് ഞാൻ പറയും, ഇത് കണ്ട തനിക്ക് വേണ്ടി മരിച്ച ആളാണിത്. ഈ കർത്താവ് മനുഷ്യനായി അവതരിച്ച്
നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കുരിശ് വാങ്ങിച്ച് ഒരു 5-6 ആഴ്ചത്തെ സന്ദർശനം കൊണ്ട് കുമ്പസാരിക്കാൻ തയ്യാറായ അയാൾ. കുമ്പസാരം മാത്രമല്ല, അവസാനം അയാൾ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റിയില്ല. മരണത്തിന് മുമ്പ് അയാൾ കൂദാശകളൊക്കെ സ്വീകരിച്ച് നന്മരണം പ്രാപിച്ചു. അതോടുകൂടി ലീജിയൻ ഓഫ് മേരിയുള്ള ആൾക്കാർ എന്നെ നോക്കി പറഞ്ഞുകൊണ്ടാ ഇത്ര നല്ല പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റുള്ളവരോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവനിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അതിൻ്റെ കാരണം ഞാനതിനൊരു ഉദാഹരണമാണ്. മാത്രമല്ല, ഇടവകയിലെ ആരാധനാ വായനക്കാരനാണ് ഞാൻ. അതിന് പലപ്പോഴും ആരാധന വായിക്കുമ്പോൾ 9ാം ക്ലാസ് മുതൽ ആരാധന വായിക്കുന്ന പല വിധത്തിലുള്ള ആരാധന പുസ്തകങ്ങളുണ്ട് അവിടെ. അതിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഈശോ നിന്നെ വിളിക്കുന്നു എന്ന പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട്, ഭക്താത്മാവേ നീ മൗനമായി നമ്മുടെ ദിവ്യരക്ഷകൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെ വിചാരിക്കുക. നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി തീരുവാൻ വേണ്ടി പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച ശേഷം ഇതാ പതിവ് പോലെ അവിടുന്ന് ഒലിവുമലയിലേക്ക് പോകുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഒരു കല്ലേറ് ദൂരെ നിർത്തിയ ശേഷം അവിടുന്ന് ഇതാ തൻ്റെ പിതാവിൻ്റെ പക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് താൻ തന്നെ പരിഹാരം ചെയ്യണമെന്ന ചിന്ത അവിടുത്തെ ഹൃദയവധ വർദ്ധിപ്പിക്കുന്നത് നീ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് തങ്കച്ചൻ 2 കരച്ചിലൊക്കെ കരയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുത്തി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ കണ്ണിന് വരുന്നത് പോലെ അങ്ങ് പ്രാർത്ഥിക്കും. ആരാധനയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവിടെ അന്ന് വളരെ അകലുന്ന സിസ്റ്റേഴ്സ് വരുന്നത്, അവർ പറയും, എൻ്റെ പൊന്നുമാനെ നീ എങ്ങനെ ഇത്ര ഭക്തി നിർഭരമായിട്ട് വായിക്കുന്നു? ഞാൻ മാത്രം ആൾക്കാരെ പോയി എന്ന് പറയും, കാത്താവേ ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ പാഠവത്തോടെ ഞാനിത് വായിച്ചെന്നല്ലാതെ നിനക്കറിയാമല്ലോ എൻ്റെ ഹൃദയത്തിൽ യാതൊരു ഫീലിങ്ങും ഈ പറഞ്ഞതിനെക്കുറിച്ചുണ്ടായിട്ടില്ല. ആ ഒരു തിരിച്ചറിവാണ് ഈ 10-32 വർഷമായി യേശുവിനെ പ്രഘോഷിക്കാൻ എന്നെ സഹായിച്ചത്. ഞാനിത് ഈ എപ്പിസോഡിൽ ഇത് പറയാൻ കാരണം, അനേക മനുഷ്യരെ ഭക്താഭ്യാസങ്ങളും തങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും കൊണ്ട് വിശ്വാസികളാണെന്നും ദൈവത്തിൻ്റെ രാജ്യം അവകാശികളപ്പെട്ടവരാണെന്നും ധരിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സൽപ്രവൃത്തികളും നമ്മുടെ ഒരു ഭക്താഭ്യാസങ്ങളുമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം മൂലം മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പ്രാപിക്കത്തുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്ത പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ രക്ഷയ്ക്ക് നിദാനമാകില്ല. അപ്പോൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ രോഗിയായി ആശുപത്രി കിടന്നു, നീ എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഇതെല്ലാം പ്രവൃത്തികൾ. പ്രിയമുള്ളവരെ, ആ പ്രവൃത്തികളൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവുന്ന ആദ്യമായി സ്വീകരിക്കുമ്പോൾ അവൻ ജീവദാതാവായ ആത്മാവായി എൻ്റെ ഉള്ളിൽ വന്ന് ഞാനല്ല അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഒരു രക്ഷയുടെ അനുഭവത്തിൽ നിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ചാരിറ്റബിൾ പ്രവൃത്തികൾ എല്ലാവർക്കും ചെയ്യാം, ഒരു വിശ്വാസിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, പലരും അങ്ങനെയാണ്. ചില വ്യക്തികളൊക്കെ വളരെ അധാർമികമായ ജീവിതം നയിച്ച് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് പാവങ്ങളെയൊക്കെ സൽക്കരിച്ചിട്ട് അവരെല്ലാവരും അവരുടെ രക്ഷകനായി അവരെ കരുതുന്നവരൊക്കെ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അതല്ല. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നതാണ് ക്രിസ്ത്യാനിയുടെ കാരുണ്യ പ്രവൃത്തി. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ കാരുണ്യ പ്രവൃത്തി ഒരിക്കലും ഉപവിപ്രവൃത്തി ആകാൻ പാടില്ല. ഉപപ്രവൃത്തിയേക്കാൾ കൂടിയതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുക്കുന്ന ഒന്നാകണം. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കണമെങ്കിൽ ദൈവം കാരുണ്യത്താൽ തൻ്റെ പുത്രനെ അയച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ 1981 ആദ്യമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അവൻ്റെ അസ്ഥികൾ എണ്ണുവാൻ തക്കവണ്ണം മാംസഗണങ്ങൾ ഛിന്നഭിന്നമാകുമാർ അടിയേറ്റ് മരിച്ച് കുരിശുരൂപത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ കണ്ടോ ഇതിനകത്ത്? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്, 6 മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തതെന്ന്. ഇതാ റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ അവിടെ നിന്ന് പറയുകയാണ്, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നുള്ളതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ
നാം ഇപ്പോൾ പിതാവുമായി അനുരഞ്ജനപ്പെട്ടത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ ദൈവവുമായി രമ്യതപ്പെടുത്തിയത്. യേശുവിൻ്റെ പ്രവൃത്തികളാണ് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ അംഗീകരിച്ചിട്ടുള്ള, ഇപ്പോഴും 100-ൽ പരം ജനങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണല്ലോ. 100-ൽ പരം കോടി ജനങ്ങൾ. 2000 വർഷം മുതൽ ഇന്ന് വരെ കോടാനുകോടി മനുഷ്യർ അവനിൽ വിശ്വസിച്ചു, മരിച്ചു, ജീവിച്ചു. ഞാനീ പറയുന്നത്, ആരൊക്കെ അവനെ സ്നേഹിക്കാൻ തക്ക വിധം അവൻ ചെയ്ത പ്രവൃത്തിയെ അംഗീകരിച്ച്, അവനെ സ്നേഹിച്ച്, അവന് വേണ്ടി ത്യജിച്ച്, അവന് വേണ്ടി ജീർണിച്ചിട്ടുണ്ടോ, അവരെല്ലാം വിശുദ്ധരായി മാറി. അവരെല്ലാം സ്വർഗത്തിനുടമകളായി മാറി. എന്നെയും നിങ്ങളെയും ക്രിസ്തു വിളിക്കുന്നത് അതിനു വേണ്ടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഥികൾ എണ്ണാൻ തക്കവണ്ണം അടിയേറ്റ് മരിച്ച കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: അവൻ നിന്ദിക്കപ്പെട്ടു, അവരെ നാം ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം ദീക്ഷിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? പ്രിയമുള്ളവരെ, ഇന്നും അനേകർ ക്രൈസ്തവരായിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ? വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, കുരിശുരൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ, ഓ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ. ഇന്ന് അനേക ക്രൈസ്തവർക്ക് യേശു ക്രിസ്തുവിനോട് ഒരു ഹൃദയബന്ധം, അതായത് അവൻ്റെ മരണമാണ് എൻ്റെ ജീവന് കാരണമായത്, അവൻ്റെ സഹനമാണ്, അവൻ്റെ മുറിവുകളാണ് എന്നെ സുഖപ്പെടുത്തിയത്, എൻ്റെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്, എൻ്റെ പാപത്തിൻ്റെ ഭാരമാണ് അവൻ വഹിച്ചത്, എന്നെ ആദത്തിൻ്റെ യൗവയുടെ പാപനിമിത്തം മൃതനായി തീർന്ന എന്നെ അവൻ്റെ മരണത്താൽ ജീവനുള്ളതിനാക്കി തീർത്തു. സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിവില്ലായിരുന്നവനെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് ഈ കുരിശിലേക്ക് നോക്കി ആര് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നുവോ അവരെയാണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ രക്ഷാനുഭവത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. ക്രിസ്തു മരിച്ചിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ മരണത്തോടെ അവസാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ക്രൈസ്തവ സഭ പോലും ഉണ്ടാകില്ലായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടാകില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിനെ മരണത്തിൻ്റെ പാശത്തിലേക്ക് ദൈവം വിട്ടുകൊടുത്തില്ല. അവൻ 3-ാം ദിവസം ഉയർത്തു. ആ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റും. ക്രിസ്തുവിനോട് ഐക്യപ്പെടാത്തവനും ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനും ക്രിസ്ത്യാനി എന്ന് പറയുക സാധ്യമല്ല. നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ആയിത്തീർന്നിട്ടുണ്ടോ? ദൈവത്തോടൊത്തായി തീർന്നിട്ടുണ്ടോ? നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പത്രോസ്ലീഹ പറയുന്നു. അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴിയായി സജീവമായ പ്രത്യാശയിലേക്കും സ്വർഗത്തിൽ നമുക്കായി കാത്തു സൂക്ഷിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഒരു അവകാശത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളം എന്താണെന്നറിയാവോ? അവന് ഈ ഭൂമിയിലല്ല അവൻ്റെ അവസാനം. അവനൊരിക്കലും ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കില്ല. അവനറിയാം സ്വർഗത്തിൽ അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് വീണ്ടും ജനിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലുമുള്ള വിശ്വാസം മൂലം. അവൻ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവനും ഉത്ഥാനം ചെയ്യും, അവൻ സ്വർഗാരോഹണം ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ആഴത്തിലുള്ളൊരു ബോധ്യമാണ്, എൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെടും. ഇവിടെ വച്ച് ഞാൻ എങ്ങനെ ദൈവത്തെ എന്നെ സ്നേഹിച്ച് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരെന്നെ സ്നേഹിച്ച് അവരെന്നെ സേവിച്ച് അവന് വേണ്ടി ജീർണിച്ചവനാണ് ഈ കുരിശിൽ കിടക്കുന്നത്. ഈ ജീർണിച്ചവനെ നോക്കി സ്വയം ജീർണിക്കാൻ തയ്യാറാകുന്നതിന് മാത്രമേ അവൻ്റെ ഉത്ഥാനത്തിലേക്ക് വരാൻ സാധിക്കൂ.
യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവുന്നതിനുമായി സ്വീകരിച്ച് അവൻ നൽകിയ പാപവിമോചനവും അവൻ നൽകിയ നിത്യജീവനും സ്വന്തമാക്കുന്ന അപ്പൻ കുടുംബത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം കുടുംബനാഥനാണെങ്കിൽ അവൻ കുടുംബത്തിൽ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി അവരെന്നെ സ്നേഹിച്ച് അവരെന്നെ സേവിച്ച് അവർക്ക് വേണ്ടി ജീർണിച്ചില്ലാതാകും. ഒരു ക്രിസ്ത്യാനി ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ സ്നേഹിച്ച് സേവിച്ച് അവിടെ ജീർണിക്കാൻ അവൻ തുടങ്ങും. ജീർണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അവനോട് ജോലി ചെയ്യാൻ തുടങ്ങും. അപ്പോഴവൻ ചെയ്യുന്ന ജോലി ദൈവരാജ്യ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും. കൊളോസസ് ലേഖനത്തിൽ പൗലോസ്ലിയ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവുന്നതിനുവേണ്ടി സ്വീകരിക്കുന്നവൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് 3:17 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും മനുഷ്യരെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് പോലെ ഹൃദയപരമാർത്ഥയോടെ ചെയ്യുവൻ. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ആദിമകാലം മുതൽ ഇന്ന് വരെ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവുന്ന അതിനുവേണ്ടി സ്വീകരിച്ചുള്ളവൻ ജോലി ചെയ്യുന്നത് പോലും ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്തു തുടങ്ങും. അത് തുടങ്ങണമെങ്കിൽ ഒന്ന് ഈ യേശുവിൻ്റെ മുറിവ് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആരാധന വായിക്കുന്നത് പോലെ തന്നെ ഒരു കുരിശിൻ്റെ വഴിയുടെ ഭക്തനാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എങ്കിലും ഒരു വ്യത്യാസം മാത്രം. അത് പോളിടെക്നിക്ക് പഠിക്കുന്ന കാലത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 3-4 കുരിശിൻ്റെ വഴി പോളിടെക്നിക്ക് ചെല്ലുമ്പോൾ തീർക്കും ഞാൻ പ്രാർത്ഥിച്ച്. എന്തുകൊണ്ട് തന്നെ കുരിശിൻ്റെ വഴിയുടെ ഭക്തരാണ് ഞാൻ. എൻ്റെ ഇടവകക്കാരെല്ലാവരും തന്നെ അങ്ങനെ തന്നെ. ഞങ്ങൾ പൂങ്കാവ് ഇടവക ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദുഃഖവെള്ളി ആഴ്ചത്തെ. അപ്പോൾ നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ എല്ലായിടത്തും കുരിശിൻ്റെ വഴിയുടെ ബഹളമാണ്. വീടുകളിൽ കുരിശിൻ്റെ വഴി, പള്ളിയിലെ ഓരോ വാർഡുകാർ വന്ന് കുരിശിൻ്റെ വഴി, പിന്നെ ഞങ്ങളൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കുരിശിൻ്റെ വഴി. ഇത് ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ ഇടവകയിൽ 2700 കുടുംബമുണ്ട്. മിക്കവാറും പേരും ഇതുപോലുള്ള ഭക്തിയുള്ളവരാണ്. ഞാൻ അതിൽ ഒരു മുൻപന്തി നിൽക്കുന്ന ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് ഈ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ഞാൻ എപ്പോഴും ചൊല്ലുമെന്ന് പറഞ്ഞത്. അന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളുടെ പള്ളിയിലെ ഏതാണ്ട് 60ഓളം കുരിശിൻ്റെ വഴിയുടെ പാട്ടുകൾ ഇറക്കിയ പള്ളിയാണ്. അപ്പോൾ നമ്മുടെ ബോബി ജോസച്ചൻ്റെ അപ്പച്ചൻ 55ഓളം പാട്ട് എഴുതിയ ആളാണ്. ആ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പം വരെ ഉരുവിട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും വഴിക്ക് ഏത് പാട്ട് വേണമെങ്കിലും പാടിക്കൊണ്ട് നടക്കാൻ അറിയാം. പക്ഷേ ജീവിതത്തിൻ്റെ ചില ചുട്ടുപഴുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഈ കുരിശിൻ്റെ വഴി എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിൻ്റെ കുരിശിൻ്റെ പീഡകളൊക്കെ ധ്യാനിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരിക്കൽ പോലും എനിക്കറിയില്ലായിരുന്നു ഈ കർത്താവ് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ തറച്ചതെന്ന്. എനിക്ക് ഐഡിയോളജി ആശയപരമായിട്ട് അറിയാമെങ്കിലും എൻ്റെ ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 1981 ഞാൻ ആലപ്പുഴയിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കുമ്പസാരിച്ചു. 29 പേരെ ധ്യാനിക്കാനുള്ളത്. 28 പേരും കുമ്പസാരിച്ചു. ഞാൻ മാത്രം കുമ്പസാരിച്ചില്ല. എന്നെ ധ്യാനഗുരു വിളിച്ച് ചോദിച്ചു, എന്താണോ താൻ കുമ്പസാരിക്കുന്നത്? അച്ഛനെന്നെ അറിയത്തിനായിട്ടാണ്. ഞാൻ ഇവന്മാരെ പോലെ ഇവരൊക്കെ 18 സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി സവാനെ പോലെയോ ഇപ്പുറത്തിരിക്കുന്ന മറ്റവനെ പോലെയൊന്നും അല്ല. ഞാൻ അവരെയൊക്കെ പോലെയല്ല സാർ. അച്ഛാ, ഞാൻ ചെറുപ്പം മുതലേ ഭക്തനാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. 15 ദിവസത്തിലൊരിക്കലേ കുമ്പസാരിക്കാറുള്ളൂ. കുമ്പസാരിച്ചിട്ട് 8 ദിവസമേ ഉള്ളൂ. ഇനി 7 ദിവസം കഴിഞ്ഞ് കുമ്പസാരിച്ചോളാം. അച്ഛൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല, താൻ പോകണമെന്ന് പറഞ്ഞ് വഴക്കം പറഞ്ഞു വിട്ടേനെ. ഞാനവിടെ പോയിരുന്നു. എന്നാൽ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ വന്നൊരു സഹോദരൻ, അവന് അടിയന്തരാവസ്ഥക്കാലത്ത് പാൻറ്റും ഷർട്ടൊക്കെ ഊരിയിടിച്ച് അണ്ടർവെയർ മാത്രം ഇട്ട് കോളേജ് പിള്ളേരുടെ മുമ്പേ നടത്തി അവർക്ക് ഒരു വടി കൊടുത്ത കൈ, ആ വടിയിൽ വടിയേൽ ഇവർ മുട്ടിയാലോട്ടണം സൂചി കുത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ കുത്തുമ്പോൾ മുൻപോട്ട് ചാടുമ്പോൾ പോലീസുകാർ മുട്ടുകാലിട്ട് അടിക്കും. അങ്ങനെ കൊണ്ടുപോയ ഒരു ഗ്യാങ്, ഭയങ്കര ശല്യക്കാരായിരുന്നു അവർ. പള്ളാത്തുരുത്തി ആറ്റിൽ നിന്നും പെൺപിള്ളേർ ചങ്ങാടത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ താഴെ കൊച്ചുവള്ളത്തിൽ വന്ന് കിടന്ന് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഗ്യാങ് ആയിരുന്നു. ആ ഗ്യാങ്ങിനെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒതുക്കാൻ പറ്റിയില്ല. പക്ഷേ അടിയന്തരാവസ്ഥ വന്നപ്പോഴേ പെൺപിള്ളേർ പെറ്റീഷൻ എഴുതി കൊടുത്തു. അന്ന് ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ അവരുടെ നേതാവ് ധ്യാനിപ്പിക്കാനായിട്ട് വരികയാണ്. കയറി വരുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇവൻ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അവൻ അടുത്ത് വന്നു. എല്ലാവരും ഞങ്ങൾ 28 പേരെ ഇങ്ങനെ നോക്കി, എന്നെ നോക്കി പ്രത്യേകമായിട്ടൊരു ചിരി. അതിന് കാരണമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രൊഫഷണൽ നാടകം ഒരു ബലഹീനതയായിരുന്നു. അപ്പോൾ അമ്പലപ്പുഴ താലൂക്കിലെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ നോട്ടീസ് അവർക്ക് അയച്ചു കൊടുക്കും, അവർ കുട്ടനാട്ട് താലൂക്കിലെ ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവനെ കൊണ്ട് നോക്കി ചിരിച്ചിട്ട് അവൻ പറയാൻ തുടങ്ങി. എൻ്റെ മുഖത്തേക്ക് നോക്കി ജനങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നും പറഞ്ഞൊരു ഗർജിക്കുന്ന ഒരു ടോക്കം കൊണ്ട് തുടങ്ങി. ഞാൻ കണ്ണു തുറന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി അവനെ. കാരണം ഞാൻ 3 ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും പലരുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഭിത്തിയെ നോക്കി പറയുന്ന പാർട്ടിയാണ്. ഇവൻ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ എന്ത് പറ്റി? ഇവൻ പണ്ട് അങ്ങനെയൊക്കെ നടന്നവനല്ലേ? ഇവനെങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നവനായി? 41 ബൈബിൾ കൊട്ടേഷൻ 1.25 മണിക്കൂർ കൊണ്ട് സംസാരിച്ച ശേഷം പറഞ്ഞു, വ്യക്തിപരമായി ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവുന്നതിനുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലെ BC എന്തായിരുന്നെന്ന് നിങ്ങളോട് പറയണം. ബിഫോർ ക്രൈസ്റ്റ്.
കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണെന്ന് പറയണമെന്ന് ആശയമുണ്ട്. പക്ഷേ സമയമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഈ ഇരിക്കുന്ന തങ്കച്ചനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. ഞാനവിടെ ഓടിച്ചെന്നു. ബ്രദർ അങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ആളായ ഞാൻ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചവനാണ്. ഒരു കൊട്ടേഷൻ പോലും എനിക്കറിയത്തില്ല. തങ്കച്ച, നീതിമാന്മാർക്കല്ല പാപികൾക്കാണ് യേശുവിനെ കൊണ്ട് ആവശ്യം. അപ്പം നിങ്ങളൊക്കെ ചെയ്ത പ്രവൃത്തി ചെയ്ത് അനുദപിച്ച് വരണമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല മോനെ, നിനക്ക് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് എൻ്റെ സകല പാപങ്ങളുടെയും ശിക്ഷ ഏറ്റെടുത്തു. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ഞാനിനി അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. എൻ്റെ ജോലി സമയം കഴിഞ്ഞ് ഞാൻ അവന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനാണ് ഇപ്പോൾ ഉച്ച സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. ഇനി ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ഞാൻ എന്നെ ധ്യാനിപ്പിച്ച് അച്ഛനടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, മകനെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച മിശിഹ നിനക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ അവനോടൊരു കൂറുള്ളൊരു സ്നേഹമുണ്ടാകും. അവനോടുള്ള കൂറാണ് അവന് വേണ്ടി ജീവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തുവിനോടുള്ള സ്നേഹം അവനെ നിർബന്ധിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് സ്വീകരിക്കാനാവുന്നില്ല. ഞാൻ ആലപ്പുഴ കൈതവനപ്പള്ളിയിൽ കിടക്കുന്ന കുരിശുരൂപത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ കരച്ചിലെത്തി. കർത്താവെ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഏതായാലും കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി നിങ്ങൾക്ക് ചോദിക്കും തരാതിരിക്കില്ലെന്ന്. ഞാൻ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു വലിയ ഹൃദയം പോലെ ഒരു സംഗതി കണ്ടു. ആ ഹൃദയത്തിനകത്തൊരു തിരുവിലാവിലെ മുറിവ് പോലെ ഒരെണ്ണം കണ്ടു. അതിനകത്തൊരു കൊച്ചു മനുഷ്യൻ നിൽക്കുന്നു, മറ്റാരുമല്ല, തങ്കച്ചൻ. കർത്താവിനോട് പറഞ്ഞു, മകനെ, നിൻ്റെ ആത്മീയ അഹന്ത ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നീ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും നീ ചെയ്യുന്നതായതുകൊണ്ട് നിന്നെ അഹങ്കാരിയാക്കി മാറ്റിയിരിക്കുന്നു. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. എൻ്റെ രീതി അന്ന് അതായിരുന്നു. ഞാനേ ഒരു ശരിയുള്ളൂ. വികാരിച്ചൻ ശരിയല്ല, അച്ഛൻ ശരിയല്ല, ബിഷപ്പ് ശരിയല്ല, വീട്ടിലെ അപ്പനും അമ്മയും ശരിയല്ല, നാട്ടുകാരും ശരിയല്ല. ഒരേ ഒരു ശരി, ഞാൻ ഫരിസേയത്തിൻ്റെ കൂമ്പായി മാറിയ എൻ്റെ ഹൃദയത്തിലെ യഥാർത്ഥ അവസ്ഥ കർത്താവ് അന്നേരം കാണിച്ചു തന്നു. 1.5 മണിക്കൂർ നീണ്ടുന്നൊരു കുമ്പസാരത്തിന് എന്നെ ഒരുക്കി. അനുദപിക്കാതെ പോയ കുമ്പസാരിച്ച് സംഭവങ്ങൾ, അതുപോലെ തന്നെ കുമ്പസാരിക്കാതെ സ്വീകരിച്ച പരിശുദ്ധ കുർബാനകൾ, ഓരോ കുർബാനയിലും വേണ്ടത്ര ഭക്തിയും ഒരുക്കവുമില്ലാതെ നടത്തിയ കാര്യങ്ങൾ എല്ലാം നിരന്തരമായിട്ട് ഇങ്ങ് വരാൻ തുടങ്ങി. അവിടെ വെച്ച് ഞാനത് സമർപ്പിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് അന്നത്തെ ആ അഭിഷേക പ്രാർത്ഥനയിൽ അവിടെ വെച്ച് ദൈവാത്മാവിനെ നൽകി. അന്നു മുതൽ അവിടെ നിന്നിറങ്ങി ഇടുക്കിയിലേക്ക് പോയത് തങ്കച്ചൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അന്നു മുതൽ ഇന്ന് വരെ വിശ്രമമില്ലാതെ അവന് വേണ്ടി ഓടാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ജോലി സ്ഥലത്താണെങ്കിൽ ഒരു ജോലിക്കും വീഴ്ച വരുത്തിയായിട്ട് എൻ്റെ ഒരു ഓഫീസർ പോലും പറയത്തില്ല. അങ്ങനെയും അതുപോലെ തന്നെ ഫീൽഡിലെ രാവും പകലും ഓടി ഒരു ഏകസ്ഥനായി എനിക്ക് 13 കിലോമീറ്റർ നടന്ന് 5:30 മണിക്ക് കമ്പനി ജോലിയും കഴിഞ്ഞ് പോയി സുവിശേഷം പറഞ്ഞ് തിരിച്ച് 2 മണിക്ക് വരുമ്പോൾ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ. പ്രിസിഷൻ ഇല്ലാത്ത കസ്മാറ്റിക് ഭക്ഷണമില്ല. അപ്പോഴേക്കും വയറൊട്ടി വിശന്ന് കുടൽ കത്തുമ്പോഴും പോയി ടാപ്പ് തുറന്ന് വെള്ളത്തിന് നിറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവെ, നീ സ്നേഹിച്ചതിനൊരു മറുസ്നേഹമായോ? അപ്പോഴേക്കും ഒരു ആനന്ദം ഉള്ളിലേക്ക് വരും. ടെറസിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ബസ് സ്റ്റാൻഡുകളിലും കിടക്കുവാനും അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സുവിശേഷം പറയുവാനും, കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇവിടെ നെയ്യാറ്റിൻകര വരെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കേരള സഭ എനിക്ക് ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം പറയുവാൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഞാനവിടെ ഓടി നടക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്. പ്രിയമുള്ളവരെ, ഞാനിതിലൂടെ നിങ്ങളോട് പറഞ്ഞത്, അന്നു മുതൽ ഇന്ന് വരെ ഒന്നും മാറ്റിവെക്കാതെ എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ ഈ കർത്താവ് കൃപ തരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹം എന്തെന്നറിഞ്ഞാൽ ഒന്നിനും അല്ലലില്ലാതെ അവൻ നമ്മളെ പരിപാലിക്കും. എല്ലാം അവന് കൊടുത്താൽ ഒന്നും നമുക്ക് നഷ്ടമാകില്ല. ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ രക്ഷിതാവുന്ന ആദ്യമായി സ്വീകരിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. സ്നേഹമുള്ള ഈശോയെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കാൽവരിയിൽ യാഗമായി തീർന്ന കാര്യം, പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോ നോയമ്പ് കാലത്തിലും പീഡാനുഭവ വായനയിലൂടെയും കുരിശിൻ്റെ വഴിയിലൂടെയും ആരാധനകളിലും ഒക്കെ ഞങ്ങൾ ധ്യാനിക്കുന്നവരാണ്. പലതും ഞങ്ങൾ ചിന്തിക്കുന്നവരാണ്. കർത്താവെ, ഞങ്ങളുടെ ചിന്തയിലുള്ള അങ്ങയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധാരണകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു എന്ന് കാണാനും, കർത്താവെ, അങ്ങ് എഫെസോസ് ലേഖനത്തിലെ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് എഴുതിത്തരണമേ. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും
അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതനാകുവാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കൊന്ന് കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, വിശ്വാസം വഴി അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും ഞങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ശ്ലീഹ പറഞ്ഞുവല്ലോ. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. ആ സ്നേഹത്താൽ പ്രചോദിതമായി അനുദിന ജീവിതകൃത്യങ്ങൾ ചെയ്യുവാനും കർത്താവെ, ക്രിസ്തുവിലൂടെ ഞങ്ങളെല്ലാം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ജീവദാതാവായ ആത്മാവായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്ലീഹ വഴി, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ച് മനസ്സിലാക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി മുതൽ ഞങ്ങൾ എന്ത് ചെയ്താലും, വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവാനും ഉറക്കത്തിലും ഉണർവിലും ക്രിസ്തുവിനോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു രക്ഷിതാവും നാഥനുമായി മാറി ഉണർവിലും ഉറക്കത്തിലും ഞങ്ങളോടൊപ്പം വസിക്കുന്നവനായി കാണുവാൻ ഞങ്ങളുടെ നേത്രങ്ങൾക്ക് കാഴ്ച തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.